Hey everyone, welcome back to my channel. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് 2 ദിവസത്തേക്ക് ഇന്നും നാളെയായിട്ട് ഞാൻ ഫുൾ മാക്സിമം പറ്റുന്ന പോലെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ്. സോ ഞാൻ നേരത്തെ തന്നെ എണീറ്റു. ഐ മീൻ 6 o'clock. എനിക്കത് ഓഫ്കോഴ്സ് നേരത്തെയാണ്, കാരണം ഞാൻ 9 മണിക്ക് എണീക്കുന്ന ആളാണ്. എനിക്ക് 6 മണി വളരെ നേരത്തെയാണ്. സോ ഞാൻ നേരത്തെ എണീറ്റിട്ട് ഞാൻ എൻ്റെ ഒരു ക്ലാസ് ആണെന്ന് വിചാരിച്ചു. എനിക്ക് ഓർമ്മയില്ല ഞാൻ ഏത് ക്ലാസ്സാണ് കണ്ടത്, പക്ഷെ ഞാൻ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഞാൻ കണ്ടതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുറച്ച് കാണാൻ എനിക്കുള്ളൂ. ബാക്കിയുള്ള കുറച്ചധികമുണ്ട്. അപ്പോൾ ആ ബാക്കിയുള്ള ക്ലാസ്സസ് ഞാൻ കാണാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നോ എനിക്കറിയില്ല. പേഴ്സണൽ മൈ ഒപ്പീനിയൻ ആണ്. അപ്പോൾ ഞാൻ സജഷന് വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത്. ഒരു ഹെയ്റ്റ് ഒന്നല്ല, ജസ്റ്റ് ഐ എം ആസ്കിങ്. ഓക്കെ, അതായത് എനിക്ക് സ്പെഷ്യലി ഷാഹിദ് സാറിൻ്റെ ക്ലാസ് പണ്ടത്തെ അത്ര ഒരു ഗുമ്മില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് 10th എന്നൊക്കെ ഷാഹിദ് സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഐ വിൽ ഡൈ ഫോർ എം. ലൈക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് സാറ് 10th ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. +1 +2 ഒക്കെ എത്തിയപ്പോൾ സാർ അത് കുറേ കാര്യങ്ങൾ അങ്ങനെ വിഴുങ്ങണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് ക്ലാസ് എടുത്ത് തരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിലും സാർ കുറേ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ലൈക്ക് ഒന്നും അറിയാത്ത കുട്ടികൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം, പക്ഷെ ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടൈം എടുത്തിരുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ട്രിഗ്നോമെട്രിയും കഴിഞ്ഞു. ഇനി അപ്പോൾ ഡിറ്റർമിനൻസ് ആണ് കാണാൻ പോകുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് മിസ്സാണ്. എനിക്ക് ദിഷ്ണ മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. മിസ് അടിപൊളിയായിട്ടാണ് ക്ലാസ് എടുത്ത് തരിക. സോ അതുകൊണ്ട് തന്നെ മിസ്സിൻ്റെ ക്ലാസ് എനിക്ക് കാണാൻ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ മിസ്സിൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുക, കാണുക ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ 6 to 9 ആണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്രയ്ക്ക് പറ്റുള്ളൂ. 9:30 10 ഒന്നും പോയില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ 6 to 9 ആണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് നിങ്ങളുടെ എവിടെയൊക്കെ എത്തി റിവിഷൻ പഠിച്ചൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയാം. ഈ 2 ദിവസത്തിൽ ആക്ച്വലി ഞാൻ അത്യാവശ്യം നല്ലോണം പഠിച്ചിട്ടുണ്ട്. എനിക്ക് എവിടെ നിന്നാണ് മോട്ടിവേഷൻ കിട്ടിയെന്ന് അറിയില്ല. ഇരുന്ന് ഞാൻ പഠിച്ചു. എനിക്ക് മാത്സ് ഇഷ്ടമായി തോന്നുന്നു. എനിക്കാദ്യം മാത്സ് ഇഷ്ടമല്ലായിരുന്നു. മേ ബി ഐ ലൈക്ക് മാത്സ്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്തു. മൈ ഓൾവേസ് ജെന്റിൽ സിമ്പിൾ ക്ലെൻസർ, പിന്നെ ഒരു നൈസിനമൈഡ് സിറം, പിന്നെ ഫെയിൻ്റെ ഒരു ടോണർ. ഓക്കെ, പിന്നെ ഞാൻ ഈ അടുത്ത് വാങ്ങിച്ച നിങ്ങൾക്ക് കണ്ടാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡികോൺസ്ട്രക്റ്റിൻ്റെ മോയ്സ്ചറൈസർ. അത്യാവശ്യം നല്ല മോയ്സ്ചറൈസർ കേട്ടോ, എനിക്കിഷ്ടമായി. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഡിറ്റർമിനൻസ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അത് ഞാൻ കണ്ടു തുടങ്ങിയിട്ട് വൈകുന്നേരമാണ് അത് കഴിഞ്ഞത്. ഉച്ചയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്, ഉച്ചയ്ക്കല്ല ഒരു 10 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആണ് കഴിഞ്ഞത്. ഐ മീൻ ബ്രേക്കൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ വൈകുന്നേരമാണ് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സാറ് നല്ല വൃത്തിക്ക് എന്നെ പഠിപ്പിച്ചു തന്നു. ഇതൊക്കെ ഈ ചാപ്റ്ററിലുണ്ടോ എന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ലാസ് എടുക്കുമ്പോൾ. അപ്പോൾ മാത്സൊക്കെ എനിക്ക് നല്ല രീതിക്ക് പഠിക്കാൻ പറ്റി. എനിക്കൊരു മടിയില്ലായിരുന്നു മാത്സ് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. നല്ല രീതിക്ക് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും ക്ലാസ് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ 2ാമത്തെ ദിവസം ഞാൻ പഠിച്ചതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോ ഭയങ്കര ലെങ്ത് ആവുമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഡേ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ അടുത്ത ഡേയിൽ പഠിച്ചത് ഞാൻ എടുക്കാനേ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും മിക്കവാറും ഞാൻ ഇടുക. വെനസ്ഡേ തേഴ്സ്ഡേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന മാത്സ് ആണ്. ആൻഡ് ഫ്രൈഡേ സാറ്റർഡേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫിസിക്സിനാണ്. സൺഡേ ആണ് ഞാൻ കെമിസ്ട്രിക്ക് കൊടുത്തത്. ഫിസിക്സ് കോമഡി ആയിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ആ 2 ദിവസം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. മാത്സ് സ്റ്റിൽ എനിക്ക് ഒരു 4 ചാപ്റ്റർ കൂടി പഠിക്കാനുണ്ട്. ഇൻ്റഗ്രൽസ് ഉണ്ട് ഓഫ് കോഴ്സ്. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ എനിക്കിനിയിപ്പോൾ കെമിസ്ട്രി എടുക്കാൻ പറ്റുള്ളൂ വീഡിയോ, കാരണം ഫിസിക്സ് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കുറേ ഫിസിക്സ് ഇനി പഠിക്കാനുണ്ട് ഓഫ് കോഴ്സ്. എനിക്ക് മടി കാരണം ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ആൻഡ് മാത്സിനുള്ള മോട്ടിവേഷൻ എനിക്ക് ഫിസിക്സിനില്ലായിരുന്നു. ബേസിക്കലി ഫിസിക്സ് വാസ് ഈച്ച് ക്ലാസ് 3-4 hours ഉണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് മടുത്തിട്ടുണ്ടാവുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ, ബൈ.